ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ RC കാറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ RC കാറ്. ഇത് ഒരു ഡ്രിഫ്റ്റ് RC കാറാണ്. ഡ്രിഫ്റ്റ് കാർ ആയതുകൊണ്ട് ഇതിന് അധികം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നുമില്ല. താഴേന്ന് ചെറിയൊരു ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതാണ് കാറ്. പിന്നെ ഇവിടെ 8+ ഏജ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റേസിംഗ് ചാമ്പ്യൻ RC കാർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിൽ വേറെ ഇത്രയ്ക്കും ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ സമയം കളയാൻ നേരെ ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പം നമ്മൾ RC കാർ ഇവിടെ വെളിയെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാറ്. ഇതാണ് നമ്മുടെ റിമോട്ട്. അതിൻ്റെ കൂടെ നമുക്ക് വേറെ സാധനങ്ങൾ വരുന്നത് ബാറ്ററി ആയിരുന്നുണ്ട്. ഇതാണ് ബാറ്ററി. പിന്നെ ഇതിൻ്റെ ചാർജർ വരുന്നുണ്ട്, USB ചാർജർ. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ റിമോട്ടാണ്. പിന്നെ കാറെല്ലാം സേഫായിട്ട് ഇവിടെ സ്ക്രൂ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം നമുക്ക് ഈ സ്ക്രൂ എല്ലാം ഒന്ന് അഴിച്ച് ഇതെല്ലാം ഒന്ന് വെളിയെടുക്കാം. അപ്പം നമ്മളതിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ചിട്ട് ഇതാണ് നമ്മുടെ റിമോട്ട്. ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ഫീൽ വരുന്ന ഒരു റിമോട്ടാണ്. ഒരു ഫ്രണ്ട് ബട്ടൺ ഉണ്ട്. റിമോട്ടിന് വേറൊരു ബ്ലാക്ക് ബട്ടൺ ഉണ്ട്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് ബട്ടൺ ഉണ്ട്. ഈ നടുക്ക് ഇത് ബട്ടൺ എല്ലാം വേറെന്തോആണ്. വേറെ ഡിസൈൻ കൊടുത്തേക്കും. അവിടെ RC റിമോട്ട് കൺട്രോൾ കാർന്ന് എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡിസൈനാണ് റിമോട്ടിന് വരുന്നത്. ഇവിടെ 2 AA ബാറ്ററി നമ്മൾ ഇടണം. അതാണ് കാറിൻ്റെ റിമോട്ട് വരുന്നത്. പിന്നെ നമ്മൾ കാറ് നോക്കുവാണെങ്കിൽ ഇതാണ് കാറ്. വരുമ്പോൾ വേണ്ട നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഒട്ടും ഗ്രൗണ്ടിൽ നിന്ന് ചെറിയൊരു ഇതേ ഉള്ളു. അത് അടുത്ത നല്ല ഡ്രിഫ്റ്റ് RC കാറാണ്. ഫ്രണ്ടിൽ നിന്നൊരു മറ്റേ ബുഗാട്ടിയുടെ ഒക്കെ ഒരു ലുക്കുണ്ട്. റേസിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കളർ കോമ്പിനേഷനൊക്കെ കൊള്ളാം. വീലൊക്കെ കാണാൻ കൊള്ളാം. ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഒരു അടിപൊളി ലുക്കാണ്. ബാക്കിലൊരു ബൂസ്റ്ററൊക്കെ പോലെ ഉണ്ട്. നല്ല സൂപ്പർ ലുക്കാണ് ഇതിന്. പിന്നെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഉണ്ടോ? നല്ല അത്യാവശ്യം നല്ല കാറാണ്. പിന്നെ അതിൻ്റെ അടി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് കാണാം. പിന്നെ ഇതിൻ്റെ ഈ കൺട്രോളർ കാണാം. പിന്നെ ഇവിടെ ഓൺ ഓഫ് സ്വിച്ചും കാണാം. അതാണ് ഇതിനകത്ത് ഇത്രയും വരുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തെല്ലാം ഒന്ന് ഓണാക്കി തുറന്നിട്ട് സ്ക്രൂ എല്ലാം മാറ്റി ഒന്ന് ബാറ്ററി ഒക്കെ ഇടാം. അപ്പം നമ്മളിവിടെ ഈ റിമോട്ടിനകത്ത് ആദ്യം ബാറ്ററി ഇടാം. നമ്മൾ 2 AA ബാറ്ററി എടുത്തിട്ടുണ്ട്. നമുക്ക് റിമോട്ട് തുറക്കാം. ബാറ്ററി നമ്മൾ ആദ്യത്തെ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബാറ്ററി ഇട്ടിട്ടുണ്ട്. റിമോട്ട് നമുക്ക് അടയ്ക്കാം. അതും അടച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കാറിൽ ബാറ്ററി ഇടാം. കാറിൽ ഈ റീചാർജബിൾ ബാറ്ററി ഉണ്ട്. കാർ നമ്മൾ ഈ കമ്പാർട്ട്മെൻറ്റിലാണ് ബാറ്ററി ഇടേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് ബാറ്ററി വെച്ചാൽ മതി. ഓക്കെ, ഇത് ഇങ്ങനെ വെക്കാൻ കുറച്ച് പാടാണ്. ഓക്കെ, അതായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ കാറിനകത്ത് നമ്മൾ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കാറൊന്ന് ചെറുതായിട്ടൊന്ന് ഓണാക്കി ഓടിച്ചു നോക്കാം. ആദ്യം ഒന്ന് സ്പീഡ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടുന്ന് സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇതിൽ നിൽക്കുമ്പോൾ ഓടുമെന്ന് നമ്മൾ ഇവിടെ ഒന്ന് ഞെക്കുവാണ്. നല്ല അടിപൊളിയായിട്ട്
വണ്ടി ഓടുന്നുണ്ട്. അതിന്റെ ആ ശബ്ദം നീ കേൾക്കാന്ന് വിചാരിക്കുന്നു. ആ ഉണ്ടോ? ശബ്ദം ഒന്ന് കേട്ടു ഇതിന്റെ. ഉണ്ടോ? ആ പവർ കാരണം ആ വണ്ടി ഒന്ന് ആടുന്നുണ്ട്. ലെഫ്റ്റും റൈറ്റും ഒന്ന് നോക്കാം അതിന്റെ. ഇത് ഒരു ഡ്രിഫ്റ്റ് കാർ ആയതുകൊണ്ട് ഇതിന്റെ വീലിന് വലിയ ഗ്രിപ്പില്ല. ഒരു ഡ്രിഫ്റ്റ് കാർ ആയതുകൊണ്ടാണ് വീലിന് വലിയ ഗ്രിപ്പില്ല. ഇതിന്റെ ഏകദേശം ഒരു സ്പീഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് ചെറിയ സ്ഥലം ആയതുകൊണ്ടാണ് ഇത്രയും കുറവ് സ്പീഡിൽ ഒന്ന് ഉണ്ടോ? അതിന്റെ ആ ഒരു സ്പീഡ് കണ്ടോ? ഇത്ര ഒരു സ്പീഡാണ് ഉണ്ടോ? ബാക്ക് വരുമ്പോ ഇത്ര സ്പീഡ്, ഫ്രണ്ട് വരുമ്പോ ഇത്ര സ്പീഡ്. ഒന്ന് ലെഫ്റ്റ് റൈറ്റ് എടുത്ത് നോക്കാം. ഉണ്ടോ? ഇവിടെ ഈ സ്ഥലത്ത് ഡ്രിഫ്റ്റ് ആകത്തില്ല എന്നാണ് പറഞ്ഞത്. ഇതായിരുന്നു നമ്മുടെ കാറ്. ഇനി നമുക്കിത് ഒന്ന് ഓടിച്ച് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വെളിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ടൈലിനാണ് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ ടൈപ്പ് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാം. ഈ 2 ബട്ടൺ ഞെക്കുമ്പോൾ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഞെക്കാം. ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. ഇത് മസ്റ്റ് ട്രൈ ടോയ് ആണ്. നല്ല അടിപൊളി ബഡ്ജറ്റ് ഡ്രിഫ്റ്റിംഗ് കാറാണ്. ഇത്ര നല്ലപോലെ ഡ്രിഫ്റ്റ് ചെയ്യുന്ന കാറ് വേറെ കിട്ടാൻ പാടാണ്. ഇത്രയും ബഡ്ജറ്റായിട്ട് നല്ലൊരു സാധനമാണിത്. ഇനി നിങ്ങൾക്ക് നല്ലപോലെ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യിപ്പിക്കാം. ഇത് എങ്ങനെ വേണമെങ്കിലും ഡ്രിഫ്റ്റ് ചെയ്യും. കണ്ടോ? ഞാനാണെങ്കിൽ ചുമ്മാ ബാക്ക് പോയിട്ടൊന്ന് കുറേ ട്രിക്കുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുവാണ്. ഇതിപ്പോൾ കുറേ ഞാൻ ട്രിക്കുകൾ ട്രൈ ചെയ്ത് ഇത് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇങ്ങനെ വളഞ്ഞും പൊളിഞ്ഞൊക്കെ കണ്ട ഇങ്ങനെയൊക്കെ വരാൻ പറ്റും. നമുക്ക് ഒരു ഡ്രിഫ്റ്റ് കാറൊക്കെ നല്ല പോലെ നമ്മളൊരു പ്രൊഫഷണൽ ഡ്രിഫ്റ്റ് കാർ എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതേപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ആ ഒരു പ്രൊഫഷണൽ ഒരു ഫീല് കിട്ടുന്ന പോലെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ ടൈപ്പില്ലേ, നമ്മുടെ ഈ വലിയ കുറേ വില കൊടുത്ത് മേടിക്കുന്ന ഡ്രിഫ്റ്റ് കാറുകളൊക്കെ ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ബഡ്ജറ്റ് ഇതുപോലുണ്ട്. അതൊക്കെ എന്താ 5000-നൊക്കെ പുറത്ത് പോകുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ നമുക്ക് 1000-നൊക്കെ അകത്ത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം നല്ലൊരു ഡ്രിഫ്റ്റ് കാറാണിത്. നമ്മൾ ഏറ്റവും നല്ലൊരു ഡ്രിഫ്റ്റ് കാർ. ഇപ്പോൾ നമ്മളിത് വേറൊരു സ്ഥലത്തും കൂടെ ഓടിച്ച് നോക്കാം. ഇത് വേറൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇതൊന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് അങ്ങ് വളഞ്ഞങ്ങോട്ട് തിരിച്ച് വേറെ ബട്ടൺ. ഈ ബട്ടൺ ഇതിനകത്ത് മുകളിലും താഴെ ആയതുകൊണ്ട് ലെഫ്റ്റും റൈറ്റും നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. അതാണ് എനിക്ക് ഒരു പ്രശ്നം തോന്നിയത്. പിന്നെ വേറെ അധികം പ്രശ്നമൊന്നും ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല ഒരു RC കാറാണിത്. അടിപൊളിയായിട്ട് കണ്ടോ ഡ്രിഫ്റ്റ് ചെയ്തുണ്ടോ? ഒരിടത്ത് തന്നെ ആയിരുന്നു വേണമെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യും. ഞാൻ ഇപ്പോൾ കുറേ ട്രിക്കുകളൊക്കെ ചെയ്യാൻ നോക്കും. കണ്ടോ? ഇത് ഉണ്ടോ? ഞാൻ വളച്ച് കൊണ്ടുവന്ന ബാക്ക് എടുത്ത് റിവേഴ്സ് കൊണ്ടുവന്ന് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. 2 സൈഡിലോട്ട് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യാം. കണ്ടോ? നല്ല അടിപൊളിയായിട്ടാണ് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നത്. ഇത്രയും നല്ലൊരു ഡ്രിഫ്റ്റിംഗ് കാറാണ്. ഇത്രയും ബഡ്ജറ്റിൽ ഇതൊക്കെ കിട്ടത്തുള്ളൂ നമുക്ക്. ഇത്രയും നല്ലൊരു ഡ്രിഫ്റ്റ് കാർ മേടിക്കണമെന്ന് ആവശ്യമുണ്ട്. അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് ഇതൊക്കെ മേടിക്കും. അപ്പോൾ നമ്മളിത് വേറൊരു സർഫസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചുകൂടെ റഫായിട്ടുള്ള സർഫസിൽ. ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യത്തില്ല, ഓടിച്ചു നോക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. നല്ല അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ്. നിങ്ങൾക്കിത് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.